ഇന്നത്തെ റെസിപ്പി ഗുലാബ് ജാമാണ്. ഞാൻ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് സക്സസ് ആയ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. പാൽപ്പൊടി 2 കപ്പ് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കട്ടയായതുകൊണ്ട് സ്പൂണിൻ്റെ മുകളിൽ നിന്ന് ഇതിലേക്ക് വീഴുന്നില്ല. ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ചേ വേണ്ടുള്ളൂ. പിന്നെ വേണ്ടത് 3/4 കപ്പ് പാല് വേണം. നമ്മളിപ്പോൾ എടുത്ത അളവ് ഗ്ലാസിൻ്റെ 3/4 കപ്പ് പാല്, അതും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് നേരം കുഴച്ചെടുക്കാനായിട്ട് പാടില്ല. ഒക്കെ ഒന്ന് യോജിപ്പിക്കുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചേർക്കുമ്പോൾ ഒരിത്തിരി വെള്ളം കൂടിയതായിട്ട് തോന്നും. അത് കുഴപ്പമില്ല. നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബോളാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2.25 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സെയിം കപ്പിൽ തന്നെ ഒരു 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഏലക്കായയാണ്. ഒരു 4 ഏലക്കായ ഇതുപോലെ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞ് പീസ് ചെറുനാരങ്ങ വേണം, അതൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞ് നീര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സിറപ്പ് റെഡി ആവാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഒരു 10 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സിറപ്പ് റെഡിയാക്കിയിട്ട് എടുക്കണം. 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ സിറപ്പ് റെഡി ആവും കേട്ടോ. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് എടുത്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി ബോളുകളാക്കിയിട്ട് ഇതിന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബോളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് ബോളാക്കി എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇത്രയും ബോൾസ് നമുക്ക് കിട്ടും. ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് മാറാനേ പാടില്ല. കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് കരിയുകയും ചെയ്യും. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഈ ബോളുകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അത് കോരി മാറ്റിയിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ഇത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബോളുകളൊക്കെ റെഡി ആക്കിയിട്ട് ഇത് അപ്പം തന്നെ സിറപ്പിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.